ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മനുഷ്യകുലത്തിൻ്റെ നിർണായക ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ വിശേഷമാസമാണിത്. വിശ്വാസദൃഢതയുടെ അനശ്വര വിജയവും സത്യനിഷേധത്തിൻ്റെ ആത്യന്തിക പതനവും മുഹറം സമ്മാനിക്കുന്ന ആത്മീയ പാഠങ്ങളാണ്. ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാവുന്ന സകല പരീക്ഷണങ്ങൾക്ക് മുന്നിലും സഹനശീലരായി ഇലാഹിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നോട്ട് സഞ്ചരിക്കാനായാൽ വിജയം സുനിശ്ചിതമായിരിക്കുമെന്നാണ് മുഹറം നൽകുന്ന സന്ദേശം. ജീവിതത്തിലെ കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷയുടെ തീരത്തേക്കണഞ്ഞ മൂസ അലൈഹിസ്സലാം, യൂനുസ് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം, അയ്യൂബ് അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരുടെ ചരിത്ര സംഭവങ്ങൾ പറയുന്ന മുഹറം വിശ്വാസിയുടെ പ്രതീക്ഷയുടെ തുരുത്താണ്. അനുഗ്രഹങ്ങളുടെ കഥ പറയുന്ന മുഹറമിൻ്റെ പവിത്രമേറിയ താശുആ, ആശുആ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. കഴിയുന്നവരൊക്കെ നോമ്പെടുക്കുക. ഈ പവിത്ര ദിനങ്ങളിൽ പരസ്പരം എല്ലാവരും ദുആകളിൽ ഉൾപ്പെടുത്തുക. അമലുകൾ കൊണ്ടും നന്മകൾ കൊണ്ടും വർണ്ണാഭമാക്കാൻ എല്ലാവർക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ഹിജ്റ വർഷാരംഭം മുഹറം മാസം മുതലാണ് ആരംഭിക്കുന്നത്. മുഹറം മാസത്തെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട്. അർഷിനെ സൃഷ്ടിച്ചു, കലമിനെ സൃഷ്ടിച്ചു, ലൗഹുൽ മഹ്ഫൂദിനെ സൃഷ്ടിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു, ദുനിയാവിനെ സൃഷ്ടിച്ചു, ആദ്യമായി മഴ വർഷിച്ചു, ഭൂമിയിലേക്ക് ആദ്യമായി അനുഗ്രഹം ചൊരിഞ്ഞു, ആദം നബി അലൈഹിസ്സലാമിനെ ശുദ്ധനാക്കി, ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ 4-ാം ആകാശത്തേക്ക് ഉയർത്തി, നൂഹ് നബി അലൈഹിസ്സലാമിനെ കപ്പലിൽ നിന്ന് ഇറക്കി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തി, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിൽ മോചിതനാക്കി, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടി, ഇസ്രായേൽ ജനതക്ക് കടൽ പിളർന്ന് പാതാളമാക്കി, മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് നൽകി, സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ലോക ചക്രവർത്തിയാക്കി, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം ഷിഫാ നൽകി ആരോഗ്യവാനാക്കി, യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി, ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശത്തേക്ക് ഉയർത്തി. ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടേറെ സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് മുഹറം. ജീവിതത്തിലെ തെറ്റുകളെയും പോരായ്മകളെയും വിലയിരുത്തി സൽപ്രവർത്തികൾ ചെയ്യാൻ ഒരുങ്ങുന്ന വർഷം. ഇസ്ലാമിക നിയമമനുസരിച്ച് യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് മുഹറം. ഇസ്ലാമിന് വേണ്ടി ജീവൻ നൽകി ത്യാഗം ചെയ്തവരെ ഓർക്കാനും സന്തോഷകരമായ എല്ലാ സംഭവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ആണ് ഈ മാസം പറയുന്നത്. ഈ മാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതിലേറെ പ്രാധാന്യമുണ്ട് 9-10 ദിവസങ്ങൾക്ക്. മുഹറം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം വിലക്കപ്പെട്ടത് എന്നാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു വർഷം ഉണ്ടാവട്ടെ ഈ മുഹറത്തിൻ്റെ തുടക്കം മുതലേ. മനുഷ്യർ തമ്മിലുള്ള ഐക്യം കൂട്ടാം, മനസ്സുകൾ തമ്മിലുള്ള അകലം കുറയ്ക്കാം. അല്ലാഹു തആല എല്ലാവർക്കും നന്മകൾ ചെയ്യാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള ആഫിയത്തും ആരോഗ്യവും മനസ്സും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.